തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഉണ്ടോന്ന് നമുക്ക് 10 ദിവസം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ പോകും അല്ലെ. ഇപ്പൊ തന്നെ നമ്മൾ അതെ ഒരാഴ്ച പോലും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് സമ്മാനിക്കാൻ കണിക്കൊന്നയുമായി അടൂരിൽ സ്ത്രീകളും കുട്ടികളും വഴിയരികിൽ കാത്തു നിൽക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ജിബിൻ JB കൂടുതൽ വിശദാംശങ്ങളുമായി അടൂരിൽ നിന്ന് ചേരുകയാണ്. ജിബിൻ, അപ്പോ വലിയ ആവശ്യത്തിലാണ് അവിടെയുള്ള UDF പ്രവർത്തകർ, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മനസ്സിലാക്കുന്നു. കണിക്കൊന്നയുമായി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പത്തനംതിട്ടയിലേക്ക് എത്തുന്ന രാഹുൽ ഗാന്ധിയെ മനം നിറഞ്ഞ് സ്വീകരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം അല്ലെ. എങ്ങനെയാണ് അവിടെയുള്ള UDF പ്രവർത്തകരുടെ ആവേശം, ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം? വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയാണ് പത്തനംതിട്ട ജില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വരവേറ്റിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഹുൽ ഗാന്ധി 11:45 കൂടിയാണ് അടൂരിന് സമീപത്തുള്ള പോലീസ് ക്യാമ്പിലെ ഹെലിപാഡിൽ വന്ന് ഇറങ്ങുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ അത് താമസിച്ചു. 12:15 കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ ഹെലിപാഡിൽ വന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്ത് കാത്തു നിന്നവരെ കാണാൻ നിൽക്കാതെ രാഹുൽ ഗാന്ധി വേഗം അടൂരിൽ പൊതുപരിപാടി നടക്കുന്ന KSRTC സമീപത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള അല്പസമയം ഏകദേശം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള വാഹന വ്യൂഹം ഈ പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി എത്തുന്നതോടെ നേരത്തെ അല്പസമയം മുതൽ തന്നെ ഇവിടുത്തെ പൊതുപരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇനി രാഹുൽ ഗാന്ധി എത്തിയ ശേഷം ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം റോഡ് മാർഗമായിരിക്കും പത്തനംതിട്ടയിലേക്ക് പോവുക. പത്തനംതിട്ടയിലും പൊതുപരിപാടിയുണ്ട്. ആദ്യം നടക്കുന്ന ഇപ്പോൾ അടൂരിൽ നടക്കാൻ പോകുന്ന പൊതുസമ്മേളനത്തിൽ അടൂരിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും. അതിനുശേഷം പത്തനംതിട്ടയിൽ എത്തിയ ശേഷമാണ് വലിയ ഒരു കൺവെൻഷൻ നടക്കുന്നത്. അവിടെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല ഈ 4 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും. അവിടെയായിരിക്കും രാഹുൽ ഗാന്ധി രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങളും അതുപോലെ തന്നെ പ്രസംഗങ്ങളിൽ അക്കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ UDF പ്രധാന വിഷയമാക്കി ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ മറുപടിയാണ്, അല്ലെങ്കിൽ LDFനെതിരെ രാഹുൽ ഗാന്ധി എന്തൊക്കെ കാര്യങ്ങളാണ് ഉന്നയിക്കുക എന്നുള്ള കാര്യം ഈ പൊതുപരിപാടിയിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. അത് മാത്രമല്ല, ഇപ്പോൾ സമീപകാലത്ത് മുൻപെങ്ങും തന്നെ കണ്ടിട്ടില്ലാത്ത വിഷയങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീൽ വിവാദം, അതിന് തൊട്ട് പിന്നാലെ SDP-യുമായുള്ള സഖ്യ വിവാദം, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സംവാദം, അവിടെ വരെ എത്തി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ മറുപടി എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി എന്തായിരിക്കും പറയുക എന്ന് കൂടി ഉറ്റുനോക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പത്തനംതിട്ടയിലെ ജനങ്ങളെ, ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെ ഒക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളം പിടിക്കുക എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. ഈ ഇലക്ഷന് എങ്കിലും, അതായത് കഴിഞ്ഞ ഇലക്ഷൻ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നെങ്കിൽ പോലും അവർക്ക് വലിയ രീതിയിൽ അത് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇതിൽ തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസം എന്ന് വരെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതെ, അപ്പോഴാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. UDF ക്യാമ്പിന് വലിയ ആവേശം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് രാഹുൽ ഗാന്ധി എത്തുമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എത്തിയതോടുകൂടി UDF ക്യാമ്പിന് അവസാന 10 നാളിലേക്ക് അവരുടെ ഒരു ബാറ്ററിയൊക്കെ ഒന്നുകൂടി ചാർജ് ചെയ്യാൻ തക്കവണ്ണം കൂടുതൽ ആവേശം പകരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ, ഒരുപക്ഷെ കോൺഗ്രസിന്റെ രാജ്യത്തിലെ മുഖം, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം തുടങ്ങുന്നത് അടൂരിൽ നിന്നാണ്. അടൂരിലെ KSRTC സ്റ്റാൻഡിന് അടുത്തു നിന്നുള്ള ആ പൊതുസമ്മേളന വേദിയിലാണ് അദ്ദേഹം ആദ്യമായി സംസാരിക്കുക. അദ്ദേഹത്തിന്റെ ഉറ്റത്തോഴൻ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവരൊക്കെ തന്നെ വേദിയിലുണ്ട്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരി ഉൾപ്പെടെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികളും സ്ത്രീകളും ഒക്കെ കണിക്കൊന്നയൊക്കെ ആയിട്ടാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത്. എപ്പോഴും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിൽ സാധാരണക്കാരെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു സ്നേഹം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.